യേശുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിൽ അനേകം രാഷ്ട്രീയ പാർട്ടികൾ, ക്ലബ്ബുകൾ, ഫാൻസ് അസോസിയേഷൻസ് ഒക്കെയുണ്ട്. പലരും അതിലൊക്കെ അംഗങ്ങളാകാറുമുണ്ട്. അതിന് ഓരോരുത്തരുമാണ് സ്വയം തീരുമാനിക്കുന്നത് ഏത് ക്ലബ്ബിൽ, പാർട്ടിയിൽ, അസോസിയേഷനിൽ അംഗമാകണമെന്ന്. സെലിബ്രിറ്റീസിനുള്ള താല്പര്യം കൊണ്ടോ രാഷ്ട്രീയ നേതാക്കളോടുള്ള ഇഷ്ടം കൊണ്ടോ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടോ ഒക്കെയാണ് ഓരോരുത്തരും അംഗങ്ങളാകുക. എന്നാൽ നമ്മുടെ നേതാവായ, രാജാവായ, നമ്മുടെ എല്ലാമൊക്കെയായ ഈശോയുടെ ഫാൻസ് അസോസിയേഷനിൽ, ക്രൈസ്തവ സമൂഹത്തിൽ അംഗങ്ങളാകണമെങ്കിൽ നമുക്ക് സ്വയം തീരുമാനിച്ച് സാധിക്കില്ല എന്നാണ് ഇന്നത്തെ വചനം സൂചിപ്പിക്കുക. ഈശോയെ ഈ ഭൂമിയിലേക്ക് അയച്ച പിതാവായ ദൈവം ആകർഷിച്ച് മാത്രമേ ഒരാൾക്ക് യേശുവിൻ്റെ പക്കലേക്ക് കടന്നു ചെല്ലാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ആകർഷണം നമുക്ക് കിട്ടണമെങ്കിൽ അതിന് പറ്റിയ ഒരു ജീവിത ശൈലി നമുക്കുണ്ടാകുകയും വേണം. ഈശോ വേറൊരിടത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈശോയുടെ അടുക്കലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് പൂർണ്ണമായും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അവിടുത്തെ തിരഞ്ഞെടുപ്പാണ്, അവിടുന്നാണ് നമ്മളെ ആകർഷിക്കുന്നത്. അതിന് പറ്റിയ ഒരു ജീവിത ശൈലി നമുക്കുണ്ടാകണമെന്ന് മാത്രം. അതിന് പറ്റിയ ഒരു മനോഭാവം, അതിന് പറ്റിയ ഒരു ചിന്താരീതി നമുക്കുണ്ടാകട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.